പാലക്കാട് CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ബ്രാഞ്ച് സെക്രട്ടറിയെയും മകനെയും ഊരുവിലക്കി എന്ന് പരാതി. ക്ഷേത്രത്തിൽ കയറരുത് എന്നും കുടുംബ ചടങ്ങുകളിൽ പങ്കെടുക്കരുത് എന്നുമാണ് നിർദ്ദേശം. ഊരുവിലക്ക് പിൻവലിക്കാൻ 1 ലക്ഷം രൂപ നൽകണമെന്നാണ് സമുദായത്തിന്റെ ആവശ്യം. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് മകനോടുള്ള വ്യക്തിവൈരാഗ്യമാണ് പരാതിക്ക് പിന്നിലെന്ന് ബ്രാഞ്ച് സെക്രട്ടറി 24-നോട് പറഞ്ഞു. 2024 കേരളത്തിൽ നമ്മെല്ലാവരെയും ലജ്ജിപ്പിക്കുന്ന ഒരു സംഭവം നടന്നിരിക്കുന്നു. പാലക്കാട് കൊടുമ്പിൽ ഒരു വ്യാജ പരാതിയുടെ പേരിൽ ഒരു കുടുംബത്തെ ആകെ ഊരുവിലക്കിയിരിക്കുകയാണിപ്പോൾ. ഇതിന് നേതൃത്വം നൽകിയതാകട്ടെ പുരോഗമനമൊക്കെ ആവോളം പറയുന്ന CPMന്റെ ലോക്കൽ സെക്രട്ടറി. അത് ഒരാഴ്ചയുള്ളിൽ പറ്റില്ല എന്നുള്ളതാണ് പറഞ്ഞു. അപ്പൊ ഒരാഴ്ചയുള്ളിൽ പറ്റില്ലെങ്കിൽ അതിന് ടൈം കൊടുക്കണം. ഊരുവിലക്കി എന്ന് നിങ്ങൾ മനസ്സിലാക്കിയത് എങ്ങനെയാണ്? അവർ പറഞ്ഞത് തന്നെയാണ്. അവർ പറഞ്ഞത് എല്ലാവരും കൂടി ഒരു 10 പിള്ളേർ ചേർന്നിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഊരുവിലക്ക് നമ്മുടെ സമുദായത്തിൽ ഒരു പരിപാടിക്ക് അവരെ വിളിക്കാൻ പാടില്ല. അമ്പലത്തിൽ പൊങ്കൽ വയ്ക്കും, ആ പൊങ്കലും പരിപാടികളിൽ അമ്പല പരിപാടിക്കും പോകാൻ പാടില്ല, കല്യാണത്തിന് പോകാൻ പാടില്ല. അപ്പോൾ അവരെ ഒറ്റപ്പെടുത്തി നിർത്തുക തന്നെ വേണം. ഇനി പൊങ്കൽ കഴിഞ്ഞ് പിറ്റേ ദിവസം ആലോചിച്ചിട്ട് നമുക്ക് അവരെ ചേർത്താം എന്നാണ് അവർ പറഞ്ഞത്. 2024 നമ്മുടെ നാട്ടിലാണ് പുരോഗമനം ആവോളം പറയുന്ന പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി തന്നെ കുടുംബത്തെ ഊരുവിലക്കാൻ സമുദായത്തിനൊപ്പം മുന്നിൽ നിന്നത്. രാത്രിയിൽ ബന്ധുവീട്ടിൽ പോയതിനെ തെറ്റായി ചിത്രീകരിച്ച് വ്യാജ പരാതി നൽകി സമുദായത്തിനെ കുടുംബത്തിന് നേരെ തിരിക്കാൻ കൊടുമ്പ് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായ V. കലാധരൻ ശ്രമിച്ചുവെന്നാണ് പരാതി. അപ്പം ഞങ്ങളുടെ അറിവിൽ ആരും പരാതിയില്ല. ആരാണ് ചോദിച്ചപ്പോൾ വിളിക്കുകയും പറഞ്ഞു, വിളിച്ചു. അപ്പോൾ അവൾ ഇളയിച്ച് വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു പരാതിയില്ല, ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടുമില്ല, ഈ വിഷയത്തും വിട്ടോളി, എനിക്കൊരു പരാതിയില്ല. അവരുടെ മകളും പറഞ്ഞു, ഇളയിച്ചയും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ പറഞ്ഞു, എൻ്റെ വലിയ മകൻ പറഞ്ഞു, എന്താ കാരണം എന്ന് പറഞ്ഞപ്പോൾ ഇതേപോലെ പലതും പറയും, നിങ്ങളത് സമുദായം ഏറ്റെടുക്കുമോ, ഇത് വേണ്ടാത്ത വിഷയം ചർച്ച ചെയ്യണ്ട, ഇത് സോൾവ് ചെയ്ത് വിട്ടോളി, ഇത് വലിയ കാര്യത്തിലേക്ക് പോകുന്നു അവൻ പറഞ്ഞു. അപ്പോൾ പറ്റില്ല, ഇത് തെറ്റ് വെച്ചേ പറ്റുള്ളൂ, നിങ്ങൾ പൈസ വെച്ചിട്ടില്ലെങ്കിൽ ഒറ്റക്കൊടിയാക്കും എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്തോളിയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കൊണ്ടുവന്നു. ഊരുവിലക്കിയ കുടുംബത്തിന് ക്ഷേത്രത്തിൽ കയറാൻ വിലക്കുണ്ട്. കുടുംബത്തിലെ ചടങ്ങുകളിലും പങ്കെടുക്കാനാകില്ല. ഊരുവിലക്ക് പിൻവലിക്കാൻ 1 ലക്ഷം രൂപ തെറ്റുപണം കെട്ടിവെക്കണമെന്നാണ് ആവശ്യം. എന്നെ എൻ്റെ ഇളയച്ചിനെ അമ്പലത്തിൽ ചവിട്ടണ്ട, അമ്പലത്തിൽ പോയാൽ ഈ ശുദ്ധികലശം ചെയ്യണം, ഇവർ അമ്പലത്തിൽ കടക്കാൻ പാടില്ല, ഒരു പരിസരത്തും പോകാൻ പാടില്ല, കല്യാണത്തിന് എവിടെയും വിളിക്കാൻ പാടില്ല, അവരെ മാറ്റി നിർത്തുക തന്നെ വേണം പറഞ്ഞിട്ടാണ് ഞങ്ങളെ അയച്ചു വിട്ടത്. ഇതന്നെ അവിടെ കഴിഞ്ഞത്. ഊരുവിലക്കിനു പിന്നാലെ കടുത്ത ഭീഷണിയാണ് അമ്മയും മകനും നേരിടുന്നത്. ഈ സാഹചര്യത്തിൽ സംരക്ഷണം ആവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി കാത്തിരിക്കുകയാണ് കുടുംബം. പാർട്ടി നേതൃത്വത്തിനും പരാതി നൽകിയിട്ടുണ്ട്. 2024 CPIM LC സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു കുടുംബത്തെ ഊരുവിലക്കുന്നു എന്നതാണ് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. കുടുംബം പാർട്ടിയിലും പരാതി നൽകിയിട്ടും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. ഏത് കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന ചോദ്യം ഇത്തരം വാർത്തകൾ കാണുമ്പോൾ ഉയരുന്നുണ്ട്. പാലക്കാട് എന്നുള്ള ഊരുവിലക്ക് വാർത്തകൾ ഇതാദ്യവുമല്ല. മനുഷ്യാവകാശ കമ്മീഷൻ മുൻപ് പലതവണ കേസെടുത്തിട്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. നാട്ടുകാരുടെ പ്രതികരണങ്ങളിലേക്ക്. കേരളത്തിൽ നവോത്ഥാന നായകന്മാരും നവോത്ഥാന വ്യക്തിത്വങ്ങളുമെല്ലാം അടങ്ങിയിരുന്നൊരു പാർട്ടിയുടെ ഈ ഒരു നിലപാട് തികച്ചും കേരള ജനത്തിന് അല്ലെങ്കിൽ കേരള സമൂഹത്തിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. ഇത് സ്വന്തം പാർട്ടിയിലെ ആൾക്കാരെ തന്നെ ഒരു വിലക്കെന്ന് പറയുമ്പോൾ ഇതിന് പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു CPM അല്ലെങ്കിൽ CPIMനെ പുരോഗമന പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിലാവണില്ല. അതായത് ഇപ്പോൾ ആ കൂടുതൽ ആൾക്ക് ആ കൂടുതൽ പോയി പെടാൻ പാടില്ല, അവിടെ പോകാൻ പാടില്ല, ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ പാടില്ല. ഇതിപ്പോൾ ഇതിപ്പോൾ എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവണല്ലോ ഇങ്ങനെ ചെയ്തത്. കാലഹരണപ്പെട്ട ഒരു കാര്യമല്ലേ അത്. കാരണം പ്രത്യേകിച്ച് ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് ആളുകളെ കൂടെ ഒരുമിച്ച് നിന്ന് വളർന്നു വന്നൊരു പാർട്ടിയാണ്. കേന്ദ്രത്തിൽ എന്താണോ BJP ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് തന്നെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഇത് ഇടപെടണം, അതിനെ തിരുത്തണം, നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകേണ്ടതാണ്. കാരണം രാജ്യത്തിന് തന്നെ ഒരു മാതൃകയായിട്ടുള്ളൊരു സംസ്ഥാനത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വിഷയത്തിൽ അടിയന്തര നടപടി ഉണ്ടാകും. എടുത്ത തെറ്റായ നിലപാട് തിരുത്തപ്പെടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.